ഇത് പഴുത്ത വരിക്കച്ചക്കയാണ്. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക്. ചക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം നമുക്ക്. ചക്കച്ചോളയെല്ലാം ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടാകട്ടെ. നെയ്യ് ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചെടുത്ത ചക്ക നെയ്ക്കകത്ത് ഇട്ട് കൊടുക്കും. ഈ നെയ്യും ചക്കയും കൂടെ ചേർത്ത് നമുക്കൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചക്ക ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം 1 കപ്പ് തേങ്ങ ചിരണ്ടിയതും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. തേങ്ങയും ചക്കയും ഏലക്കായും ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക. അത് ഓരോരുത്തരുടെ മധുരത്തിൻ്റെ അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ചെറുതായിട്ട് തിള വരുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയേക്കാം. മിക്സിലോട്ട് നമുക്ക് ഒരു 2.5 കപ്പ് അരിപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ വറുത്ത റവയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒത്തിരി കട്ടിയാകാനും പാടില്ല. ആവശ്യം വന്നു കഴിഞ്ഞാൽ ലൈറ്റായിട്ട് ചൂടാക്കിയ വെള്ളം വേണം ഒഴിച്ച് മിക്സ് ചെയ്യാനായിട്ട്. മിക്സൊക്കെ നന്നായിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇളകിയെല്ലാം യോജിപ്പിച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഞാൻ മാറ്റി വെക്കുവാണ്. പിന്നെ മധുരം ഇനി കൂടുതൽ വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് പോലെ മധുരം കൂട്ടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. മിക്സ് എല്ലാം കണ്ട് ഞാനിതുപോലെ കുമ്പിളലക്കകത്താക്കി ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക. നമുക്കിനി ഇത് പുഴുങ്ങിയെടുക്കാം. കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. കുമ്പിളപ്പം തണുക്കാൻ വെച്ചിരിക്കുകയാണ്. തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിത് കഴിക്കാം. ചൂടോടെ ആകുമ്പോൾ അതിൻ്റെ രുചി അറിയാൻ പറ്റത്തില്ല. തണുത്തതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ രുചി നന്നായിട്ട് അറിയാം.